ഇരട്ട ന്യൂനമർദ്ദം രൂപപ്പെട്ടതിനെ തുടർന്ന് സംസ്ഥാനത്ത് അടുത്ത 5 ദിവസം ഒറ്റപ്പെട്ട അതിശക്ത മഴയ്ക്ക് സാധ്യതയെന്ന് കാലാവസ്ഥാ വകുപ്പ്. ചേറ്റുവ അഴിമുഖത്ത് കടലിൽ വള്ളം മറിഞ്ഞൊരാളെ കാണാതായി. കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് ഓഫീസിലേക്ക് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ നടത്തിയ മാർച്ചിൽ സംഘർഷം. പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. 4 യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർക്ക് പരിക്ക്. കളക്ടറുടെ നിർദ്ദേശം നടപ്പായില്ല. ഇഞ്ചക്കുണ്ട് കൽക്കുഴി റോഡരികിൽ സുരക്ഷ ഒരുക്കാത്തതിൽ വരന്തരപ്പള്ളി പഞ്ചായത്തിനെതിരെ പരാതി. അതിരപ്പള്ളി വെറ്റിലപ്പാറയിൽ 1 മാസമായി ഭീതി വിതച്ച കാട്ടാനകൾ. ജനവാസ മേഖലയിലിറങ്ങിയ കാട്ടാനകൾ വ്യാപകമായി കൃഷി നശിപ്പിച്ചു. ബൈക്ക് യാത്രികരുടെ ദേഹത്ത് ചെളി തെറിപ്പിച്ചെന്നാരോപിച്ച് ബസ് ഡ്രൈവർക്ക് മർദ്ദനം. കൊടുങ്ങല്ലൂർ പറവൂർ റൂട്ടിൽ സ്വകാര്യ ബസ്സുകൾ മിന്നൽ പണിമുടക്ക് നടത്തി. മനക്കൊടി പോസ്റ്റ് ഓഫീസിൽ നിന്ന് തപാലുരുപ്പടികൾ മേൽവിലാസക്കാർക്ക് വിതരണം ചെയ്യാൻ മാസങ്ങളോളം വൈകുന്നതായ ആക്ഷേപം. അത്യാവശ്യ തപാലുകൾ സമയത്തിന് കിട്ടാതെ വലഞ്ഞ നാട്ടുകാർ. വാർത്തകളിലേക്ക് വിശദമായി. ഇരട്ട ന്യൂനമർദ്ദം രൂപപ്പെട്ടതിനെ തുടർന്ന് സംസ്ഥാനത്ത് അടുത്ത 5 ദിവസം ഒറ്റപ്പെട്ട അതിശക്ത മഴയ്ക്ക് സാധ്യതയെന്ന് കാലാവസ്ഥാ വകുപ്പ്. ഒറ്റപ്പെട്ട ഇടങ്ങളിൽ മണിക്കൂറിൽ 40 മുതൽ 50 കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായ കാറ്റിനും സാധ്യതയുണ്ട്. രാജസ്ഥാന് മുകളിലും തെക്കു പടിഞ്ഞാറൻ ബീഹാറിനും കിഴക്കൻ ഉത്തർപ്രദേശിന് മുകളിലുമാണ് ന്യൂനമർദ്ദം രൂപപ്പെട്ടിരിക്കുന്നത്. ചേറ്റുവ ഹാർബർ അഴിമുഖത്തിന് സമീപം വള്ളം മറിഞ്ഞൊരാളെ കാണാതായി. വലപ്പാട് നിന്നുള്ള മഹാസേനൻ എന്ന വള്ളത്തിന്റെ കാരിയർ വെള്ളമാണ് അപകടത്തിൽപ്പെട്ടത്. വള്ളത്തിലുണ്ടായിരുന്ന 3 പേരാണ് അപകടത്തിൽപ്പെട്ടത്. അപകടത്തിൽപ്പെട്ട 3 പേരിൽ 2 പേർ നീന്തി രക്ഷപ്പെട്ടു. ഇവരെ നാട്ടുകാരുടെ സഹായത്തോടെ എങ്ങണ്ടിയൂർ MI ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കയ്പമംഗലം പഞ്ഞമ്പള്ളി സ്വദേശി അൻസിലിന്റെയാണ് കാണാതായത്. പ്രതികൂല കാലാവസ്ഥ മൂലം മുനക്കക്കടവ് കോസ്റ്റൽ പോലീസും മത്സ്യത്തൊഴിലാളികളും നടത്തിയ തെരച്ചിൽ താൽക്കാലികമായി നിർത്തിവെച്ചു. വ്യാഴാഴ്ച തെരച്ചിൽ പുനരാരംഭിക്കും. കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് ഓഫീസിലേക്ക് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ നടത്തിയ മാർച്ചിൽ സംഘർഷം. പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. 4 യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർക്ക് പരിക്കേറ്റു. പുതുക്കാട് ഗവൺമെന്റ് താലൂക്ക് ആശുപത്രിയിലെ നിർമ്മാണ പ്രവർത്തനങ്ങളിൽ അഴിമതി വിജിലൻസ് അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ടാണ് യൂത്ത് കോൺഗ്രസ് പുതുക്കാട് നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മാർച്ച് നടത്തിയത്. പുതുക്കാട് സെന്ററിൽ നിന്ന് ആരംഭിച്ച മാർച്ച് പോലീസ് ബ്ലോക്ക് പഞ്ചായത്ത് ഓഫീസിന് സമീപം തടഞ്ഞതോടെയാണ് പോലീസും പ്രവർത്തകരും തമ്മിൽ സംഘർഷം നടന്നത്. ബാരിക്കേഡ് മറികടന്ന് പ്രവർത്തകർ ബ്ലോക്ക് പഞ്ചായത്ത് ഓഫീസിലേക്ക് തള്ളിക്കയറാൻ ശ്രമിച്ചതോടെ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. യൂത്ത് കോൺഗ്രസ് നിയോജക മണ്ഡലം പ്രസിഡന്റ് ഫൈസൽ ഇബ്രാഹിം, സംസ്ഥാന സെക്രട്ടറി ജെറോം ജോൺ എന്നിവരെ പോലീസ് കയ്യേറ്റം ചെയ്തുവെന്നാരോപിച്ച് പ്രവർത്തകരും പോലീസും തമ്മിൽ വാക്കുതർക്കം നടന്നു. 5 പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്തു. ഉപരോധ സമരം DCC ജനറൽ സെക്രട്ടറി ശോഭ സുബിൻ ഉദ്ഘാടനം ചെയ്തു. പുതുക്കാട് നിയോജക മണ്ഡലം പ്രസിഡന്റ് ഫൈസൽ ഇബ്രാഹിം അധ്യക്ഷത വഹിച്ചു. DCC ജനറൽ സെക്രട്ടറിമാരായ K ഗോപാലകൃഷ്ണൻ, TM ചന്ദ്രൻ, സെബി കൊടിയൻ, യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റുമാരായ ഹരൺ ബേബി, പ്രതീഷ് ഭണ്ഡാരത്തിൽ, ജിജോ പുന്നക്കര എന്നിവർ സംസാരിച്ചു. TCV ന്യൂസ്, പുതുക്കാട്. കളക്ടറുടെ നിർദ്ദേശം നടപ്പായില്ല. റോഡരികിൽ സുരക്ഷ ഒരുക്കിയില്ലെന്ന് വരന്തരപ്പള്ളി പഞ്ചായത്തിനെതിരെ പരാതി. വിദ്യാർത്ഥികളടക്കം നിരവധി പേർ ദിനംപ്രതി സഞ്ചരിക്കുന്ന ഇഞ്ചക്കുണ്ട് കൽക്കുഴി റോഡരികിൽ പാറമടയുള്ള ഭാഗത്ത് സുരക്ഷാ സംവിധാനം ഒരുക്കണമെന്ന ആവശ്യത്തിനു നേരെ അധികൃതർ മുഖം തിരിക്കുന്നതായാണ് പരാതി. അപകടാവസ്ഥ ചൂണ്ടിക്കാണിച്ച് മനുഷ്യാവകാശ പ്രവർത്തകൻ KG രവീന്ദ്രനാഥ് ജില്ലാ കളക്ടർക്ക് നൽകിയ നിവേദനത്തെ തുടർന്ന് ആവശ്യമായ നടപടിയെടുക്കാൻ വരന്തരപ്പള്ളി പഞ്ചായത്ത് അധികൃതർക്ക് കളക്ടർ നിർദ്ദേശം നൽകിയെങ്കിലും മാസങ്ങൾ പിന്നിട്ടിട്ടും നടപടിയുണ്ടായില്ലെന്ന് KG രവീന്ദ്രനാഥ് പറയുന്നു. ഇഞ്ചക്കുണ്ട് കൽക്കുഴി റോഡിന് സമീപമുള്ള കരിങ്കൽ ക്വാറിക്ക് ക്രാഷ് ഗാർഡ് കെട്ടി സംരക്ഷണ ഭിത്തി ഒരുക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് കളക്ടർക്ക് ഞാൻ ഒരു പരാതി കൊടുത്തിരുന്നു. സമാനമായ രീതിയിൽ പഞ്ചായത്തിന് പരാതി കൊടുത്തിരുന്നു. 3 മാസമായി ഇതുവരെ നാളിതുവരെ യാതൊരു നടപടി എടുത്തിട്ടില്ല. കളക്ടർ ഉത്തരവിച്ചിട്ടുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് നടപടിയെടുത്ത് പരാതിക്കാരന് മറുപടി കൊടുക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. പഞ്ചായത്തിൽ നിന്ന് ശാശ്വതമായ പരിഹാരം കിട്ടാത്തതുമായി ബന്ധപ്പെട്ട് സംസ്ഥാന പഞ്ചായത്ത് ഡയറക്ടർക്കും അതുപോലെ പഞ്ചായത്ത് മിനിസ്റ്റർ രാജേഷ് അവറുകൾക്കും സംസ്ഥാന ബാലാവകാശ കമ്മീഷനും പരാതി കൊടുത്തിട്ടുണ്ട്. മറ്റത്തൂർ വരന്തരപ്പള്ളി പഞ്ചായത്തുകളെ ബന്ധിപ്പിക്കുന്ന കൽക്കുഴി റോഡിന്റെ അരികിലാണ് ആഴമേറിയ പാറമടയുള്ളത്.
റോഡിലെ ഇറക്കമുള്ള ഭാഗത്താണ് വെള്ളം നിറഞ്ഞുകിടക്കുന്ന ഈ പാറമടയുള്ളത്. ദുർബലമായ കമ്പിവേലി മാത്രമാണ് റോഡരികിലുള്ളത്. റെയിൽ ഗാർഡ് പോലുള്ള ഉറപ്പേറിയ സുരക്ഷാ സംവിധാനം ഇവിടെ സ്ഥാപിക്കണമെന്നാണ് KG രവീന്ദ്രനാഥ് ആവശ്യപ്പെടുന്നത്. ഈ ആവശ്യമുന്നയിച്ച് ബാലാവകാശ കമ്മീഷൻ, തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി എന്നിവർക്കും രവീന്ദ്രനാഥ് നിവേദനം നൽകിയിട്ടുണ്ട്. TCV ന്യൂസ്, കൊടകര. അതിരപ്പള്ളി വെറ്റിലപ്പാറ 13 ജനവാസ മേഖലയിൽ കാട്ടാനകൾ ഇറങ്ങി കൃഷി നശിപ്പിച്ചു. ഒരു മാസമായി പ്രദേശത്ത് നിലയുറപ്പിച്ച 2 ആനകളാണ് ബുധനാഴ്ച പുലർച്ചെ വീട്ടുപറമ്പുകളിലെത്തിയത്. കൊച്ചുപറമ്പിൽ ശ്യാമളന്റെ വീട്ടുമുറ്റത്തെ തെങ്ങുകളും വാഴകളും കാട്ടാനകൾ നശിപ്പിച്ചു. ആളുകൾ ബഹളമുണ്ടാക്കിയതിനെ തുടർന്ന് പിന്തിരിഞ്ഞ ആനകൾ പിന്നീട് ചിക്ലായ് ഭാഗത്തേക്ക് പോയി. ഇവിടെയും പല വീട്ടുപറമ്പുകളിലെയും കൃഷി നശിപ്പിച്ചിട്ടുണ്ട്. കാട്ടാന ശല്യത്തിൽ നാട്ടുകാർ പൊറുതിമുട്ടിയിരിക്കുകയാണ്. ബൈക്ക് യാത്രികരുടെ ദേഹത്ത് ചെളിതെറിച്ചെന്നാരോപിച്ച് ബസ് ഡ്രൈവർക്ക് മർദ്ദനം. കൊടുങ്ങല്ലൂർ പറവൂർ റൂട്ടിൽ സ്വകാര്യ ബസ്സുകളുടെ മിന്നൽ പണിമുടക്ക്. കൊടുങ്ങല്ലൂർ പറവൂർ റൂട്ടിൽ സർവീസ് നടത്തുന്ന രാജ്കിരൺ എന്ന ബസ്സിലെ ഡ്രൈവർ കിഷോറിനാണ് മർദ്ദനമേറ്റത്. എറണാകുളം ജില്ലയിലെ വടക്കേക്കര ചക്കുമരശ്ശേരിയിലായിരുന്നു സംഭവം. ദേഹത്തേക്ക് ചെളിതെറിപ്പിച്ചു എന്നാരോപിച്ച് ബൈക്ക് യാത്രക്കാരാണ് ബസ്സിൽ കയറി കിഷോറിനെ മർദ്ദിച്ചത്. സംഭവത്തെ തുടർന്ന് കൊടുങ്ങല്ലൂർ പറവൂർ റൂട്ടിൽ സ്വകാര്യ ബസ് ജീവനക്കാർ മിന്നൽ പണിമുടക്ക് നടത്തി. തൊഴിലാളികളുടെ ഒരു പ്രതിഷേധമുണ്ട്. കാരണം ഇപ്പോൾ ഒരു 6-7 മാസമായി നമ്മുടെ റോഡിൻ്റെ ശോചനാവസ്ഥ. കുണ്ടും കുഴികളെന്ന് പറഞ്ഞാണ്, കരിമീൻ കുഴി പോലെയാണ് റോട്ടിൽ നോക്കിക്കഴിഞ്ഞാൽ. തോട് ഞങ്ങൾക്ക് പണിയെടുക്കാൻ പറ്റണില്ല. പണിയെടുക്കാൻ പറ്റാണ്ടാണ് പണിയെടുക്കാൻ പറ്റാണ്ട് ഞങ്ങൾക്ക്. കാരണം അത്രയും കുണ്ടും കുഴികൾ നമ്മുടെ കുണ്ടും കുഴികളാണ്. ഇത് ഇന്നൊരു സംഭവം ഉണ്ടായിരുന്നു. ഞങ്ങളൊരു തൊഴിലാളിനെ 2 പേര് 2 വീലർ വന്നിട്ട് വെള്ളം തെറിച്ചെന്നും പറഞ്ഞിട്ട് ആ തൊഴിലാളിനെ മർദ്ദിച്ച് അതിൻ്റെ ബസ്സിൻ്റെ ഗ്ലാസ് പിടിച്ച് ഹെൽമെറ്റ് കൊണ്ട് തല്ലി. അത് ഞങ്ങൾ സഹിച്ചു. ഇന്ന് ഒരു തൊഴിലാളിക്ക് സംഭവിച്ചത് നാളെ ഞങ്ങൾക്ക് സംഭവിക്കില്ലേ? ഞങ്ങൾക്ക് എന്തോ ഉറപ്പുണ്ട്? ഒരു ഗവൺമെൻറ്റിൽ നിന്നോ ഞങ്ങളെ മുതലാളിമാരെന്നോ ഞങ്ങൾക്ക് ഒരു ഉറപ്പില്ല. മുതലാളിമാർക്ക് ഓടിച്ചെത്തിക്കാൻ ആൾക്കേ പണിയുള്ളൂ, അല്ലെങ്കിൽ വേറെ ആള്. കാശുള്ള കണ്ടക്ടർക്കേ പണിയുള്ളൂ, അല്ലെങ്കിൽ വേറെ കണ്ടക്ടർ. ഇതാണ് മുതലാളിമാരിത്. ഇന്ന് നമ്മുടെ കൂട്ടുകാർ സുഹൃത്തിന് ഇങ്ങനെ സംഭവം പറ്റിയ കാരണം നമ്മൾ പ്രതിഷേധമായിട്ട് മതി വരുന്നു. പക്ഷേ ഈ റോഡിലെ കുഴി അടയ്ക്കാണ്ട് ഈ നാളെയും ഇതേ സംഭവിച്ചുകൊണ്ടിരിക്കും. നമ്മളത് ഈ സമയത്ത് പോലും ഞങ്ങൾ ഭക്ഷണം പോലും കഴിക്കാൻ രാവിലെ എട്ട് വന്നാണ്. രാവിലെ ഒരു ചായ കടി എന്തെങ്കിലും കഴിച്ചിട്ടുണ്ടാവും അറിയില്ല. ഭക്ഷണം പോലും കഴിക്കാനാണ് ഇപ്പോൾ നിൽക്കണം ഞങ്ങളോട്. മനക്കൊടി പോസ്റ്റ് ഓഫീസിൽ നിന്ന് തപാൽ ഉരുപ്പടികൾ മേൽവിലാസക്കാർക്ക് വിതരണം ചെയ്യാൻ മാസങ്ങളോളം വൈകുന്നതായി ആക്ഷേപം. അത്യാവശ്യ തപാലുകൾ സമയത്തിന് കിട്ടാതെ വലഞ്ഞ് നാട്ടുകാർ. 20 വർഷത്തോളം സേവനമനുഷ്ഠിച്ച പരിചയസമ്പന്നനായ പോസ്റ്റ്മാനെ പിരിച്ചുവിട്ടതിനെ തുടർന്നാണ് മനക്കൊടി പോസ്റ്റ് ഓഫീസിൽ നിന്നുള്ള തപാൽ വിതരണത്തിന് മാസത്തോളം കാലതാമസം നേരിടുന്നത്. പിരിച്ചുവിട്ട പോസ്റ്റ്മാന് പകരം 2 പേരെ താൽക്കാലികമായി നിയമിച്ചെങ്കിലും അവർക്ക് സ്ഥലത്തെയോ മേൽവിലാസക്കാരെയോ കുറിച്ച് യാതൊരു ധാരണയുമില്ല. ഇതുമൂലം വിതരണം ചെയ്യേണ്ട രജിസ്റ്റേർഡ് ഉൾപ്പെടെയുള്ള തപാൽ ഉരുപ്പടികളെല്ലാം പോസ്റ്റ് ഓഫീസിൽ കെട്ടിക്കിടക്കുകയാണ്. ജനങ്ങളിലേക്ക് എത്തുന്ന പോസ്റ്റൽ കാര്യങ്ങൾ, അതായത് ഇന്റർവ്യൂ കാർഡുകൾ, സംഘങ്ങളുടെ തെരഞ്ഞെടുപ്പ് ബന്ധപ്പെട്ട അറിയിപ്പുകൾ, പാടശേഖര സമിതികളുടെ അറിയിപ്പുകൾ, ഇതൊന്നും കിട്ടാത്ത കുറേ പോസ്റ്റൽ കാര്യങ്ങൾ അവിടെ കെട്ടിക്കിടക്കുന്ന കാഴ്ചയാണ് നേരിട്ട് കാണാൻ സാധിച്ചിട്ടുള്ളത്. ഇത് പോസ്റ്റൽ ഡിപ്പാർട്ട്മെൻറ്റുമായി ഫോണിൽ സംസാരിക്കുകയും പുതിയ ആളുകൾ നിലവിൽ വരുന്നുണ്ടെന്നും അറിയിക്കുകയാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. ഈ സംവിധാനം 2 മാസക്കാലം ഉള്ള പോസ്റ്റൽ സംവിധാനം എത്രയും പെട്ടെന്ന് ജനങ്ങളിലേക്ക് എത്തിച്ചു കൊടുക്കുന്നതിനുള്ള നടപടികൾ പോസ്റ്റൽ ഡിപ്പാർട്ട്മെൻറ്റ് സൂപ്രണ്ട് എത്രയും വേഗം കൈക്കൊള്ളണമെന്ന് ഈ അവസരത്തിൽ പറയുന്നു. 5 വാർഡുകളിലെ 2000-ഓളം കുടുംബങ്ങളും മറ്റു സ്ഥാപനങ്ങളും മനക്കൊടി പോസ്റ്റ് ഓഫീസിന്റെ പരിധിയിലുണ്ട്. ജൂൺ 1 മുൻപായി കിട്ടേണ്ട പ്രധാനപ്പെട്ട തപാൽ കഴിഞ്ഞയാഴ്ചയാണ് കിട്ടിയതെന്ന് വാർഡംഗം രാകേഷ് പറഞ്ഞു. തപാൽ ഉരുപ്പടികൾ വിതരണം ചെയ്യാതെ കെട്ടിക്കിടക്കുകയാണെന്ന പരാതി വ്യാപകമായതിനെ തുടർന്ന് അന്തിക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KK ശശിധരൻ, അരിമ്പൂർ പഞ്ചായത്ത് പ്രസിഡന്റ് സ്മിത അജയകുമാർ, വാർഡംഗം K രാകേഷ് തുടങ്ങിയവർ മനക്കൊടി പോസ്റ്റ് ഓഫീസ് സന്ദർശിച്ച് പ്രശ്നം അടിയന്തരമായി പരിഹരിക്കണമെന്ന് ആവശ്യപ്പെട്ടു. TCV തൃശൂർ. കൂടുതൽ വാർത്തകളിലേക്ക് എത്താം ഇടവേളയ്ക്ക് ശേഷം. തൃശൂരിലെ ഏറ്റവും വലിയ ഹോൾസെയിൽ ജ്വല്ലറിയായ ലിയോസിൽ വെറും 2.5% മാത്രം നൽകി ഗോൾഡ് റേറ്റ് ലോക്ക് ചെയ്യാൻ സുവർണാവസരം. ഓരോ തരി പൊന്നും ഹോൾസെയിൽ വിലയിൽ. ഉടൻ ബുക്ക് ചെയ്യൂ. ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ. ചിലതൊന്നും ചിലർക്ക് അങ്ങോട്ട് ദഹിക്കത്തില്ല. ഇത് ഉപയോഗിച്ചാൽ മതി. ഹരിതാറ്റോ ദഹനത്തിനും ആരോഗ്യത്തിനും ബെസ്റ്റാ.
തൃശൂരിലെ ഏറ്റവും വലിയ ഹോൾസെയിൽ ജ്വല്ലറിയായ ലിയോസിൽ വെറും 2.5% മാത്രം നൽകി ഗോൾഡ് റേറ്റ് ലോക്ക് ചെയ്യാൻ സുവർണാവസരം. ഓരോ തരി പൊന്നും ഹോൾസെയിൽ വിലയിൽ. ഉടൻ ബുക്ക് ചെയ്യൂ. ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ. വീണ്ടും വാർത്തകളിലേക്ക്. കാട്ടൂർ മിനി ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റിന് മുന്നിൽ ജനകീയ കുടിവെള്ള സംരക്ഷണ സമിതി നടത്തുന്ന റിലേ നിരാഹാര സമരം 10ാം ദിവസത്തിലേക്ക് കടന്നു. മിനി ഇൻഡസ്ട്രിയിൽ പ്രവർത്തിക്കുന്ന കമ്പനികളിൽ നിന്നുള്ള രാസമാലിന്യം പ്രദേശത്ത് കുടിവെള്ള സ്രോതസ്സുകളെ മലിനമാക്കുന്നുവെന്നാരോപിച്ചാണ് പ്രദേശവാസികൾ സമരം നടത്തുന്നത്. 10ാം ദിവസത്തോടനുബന്ധിച്ച് നടന്ന കൂട്ടനിരാഹാര സമരം കേരള കോൺഗ്രസ് ഡെപ്യൂട്ടി ചെയർമാൻ തോമസ് ഉണ്ണിയാടൻ ഉദ്ഘാടനം ചെയ്തു. സമര സമിതി പ്രസിഡന്റ് അരുൺ വൻപറമ്പിൽ, സമിതി സെക്രട്ടറിയും പഞ്ചായത്ത് അംഗവുമായ മോളി പിയൂസ് തുടങ്ങിയവർ സംസാരിച്ചു. സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് വിവിധ രാഷ്ട്രീയ കക്ഷി നേതാക്കൾ സമരപന്തലിലെത്തി. വ്യാഴാഴ്ച ജനകീയ സമിതിയുടെ നേതൃത്വത്തിൽ കാട്ടൂർ പഞ്ചായത്ത് ഓഫീസിലേക്ക് മാർച്ച് നടത്തും. ഇരിങ്ങാലക്കുട KSRTC ബസ് സ്റ്റാൻഡിന് 3 കോടിയുടെ പദ്ധതിക്ക് അംഗീകാരമായതായി മന്ത്രി ആർ ബിന്ദു അറിയിച്ചു. ബസ്സുകൾ പാർക്ക് ചെയ്യുന്നതിനായി ബസ് ബേകളും അതിനു മുകളിലായി ഓഡിറ്റോറിയവും എന്ന രീതിയിലാണ് നിർമ്മാണം നടത്തുകയെന്ന് മന്ത്രി പറഞ്ഞു. ഇരിങ്ങാലക്കുട കൂടൽമാണിക്യം ക്ഷേത്രത്തിൽ നാലമ്പല ദർശനത്തിന്റെ ഭാഗമായി സ്പെഷ്യൽ KSRTC ബസ് സർവീസിന്റെ ഫ്ളാഗ് ഓഫ് നിർവഹിക്കുകയായിരുന്നു മന്ത്രി. KSRTC ഇരിങ്ങാലക്കുട യൂണിറ്റിൽ നിന്നും 2 നാലമ്പല സർവീസുകൾ വ്യാഴാഴ്ച മുതൽ ആരംഭിക്കും. രാവിലെ 6 മണിക്കും 6:30 ഇരിങ്ങാലക്കുട KSRTC സ്റ്റാൻഡിൽ നിന്നാണ് യാത്ര ആരംഭിക്കുന്നത്. ഇരിങ്ങാലക്കുട മുനിസിപ്പൽ ചെയർപേഴ്സൺ മേരിക്കുട്ടി ജോയി അധ്യക്ഷത വഹിച്ചു. കൂടൽമാണിക്യം ദേവസ്വം ബോർഡ് ചെയർമാൻ അഡ്വക്കേറ്റ് ഗോപി, ചാലക്കുടി അസിസ്റ്റന്റ് ട്രാൻസ്പോർട്ട് ഓഫീസർ KJ സുനിൽ, കൗൺസിലർമാരായ സ്മിത കൃഷ്ണകുമാർ, അമ്പിളി ജയൻ, കൂടൽമാണിക്യം ദേവസ്വം ബോർഡ് അഡ്മിനിസ്ട്രേറ്റർ GS രാധേഷ് തുടങ്ങിയവർ പങ്കെടുത്തു. കയ്പമംഗലം ഗവൺമെന്റ് ആയുർവേദ ഡിസ്പെൻസറിക്ക് കായകൽപ്പ് അംഗീകാരം. മികച്ച പ്രവർത്തനം കാഴ്ചവെക്കുന്ന ആരോഗ്യ കേന്ദ്രങ്ങൾക്ക് നൽകുന്ന അവാർഡാണ് കയ്പമംഗലം ഗവൺമെന്റ് ആയുർവേദ ഡിസ്പെൻസറിക്ക് ലഭിച്ചത്. മികച്ച ആയുഷാരോഗ്യ സ്വാസ്ഥ്യ കേന്ദ്രങ്ങൾക്ക് ജില്ലാടിസ്ഥാനത്തിൽ നൽകുന്ന 1 ലക്ഷം രൂപയുടെ അവാർഡാണ് 98.33% മാർക്കോടെ കയ്പമംഗലം ആയുർവേദ ഡിസ്പെൻസറി നേടിയത്. ദൈനംദിന OP സേവനത്തിനു പുറമെ എല്ലാ ദിവസവും യോഗ പരിശീലനം, ജീവിതശൈലി രോഗങ്ങൾക്കുള്ള ചികിത്സ, പ്രസവശേഷമുള്ള ചികിത്സ, വെരിക്കോസ് വെയിൻ, പിത്താശയത്തിലെ കല്ല് എന്നിവയ്ക്കുള്ള പ്രത്യേക ചികിത്സ, പാലിയേറ്റീവ് പരിചരണം, GNM നഴ്സിന്റെ സേവനം, ഫീൽഡ് തലത്തിൽ ആശാവർക്കർമാരുടെ സേവനങ്ങൾ, രോഗപ്രതിരോധ പ്രവർത്തനങ്ങൾ, ബോധവൽക്കരണ പരിപാടികൾ, കൂടാതെ വാർഡുകളിൽ യോഗ ക്ലബ്ബുകളുടെ പ്രവർത്തനവും നടത്തിവരുന്നു. നമുക്കറിയാം, നമ്മുടെ ഹോസ്പിറ്റലിൽ ഒട്ടേറെ പ്രവർത്തനങ്ങൾ നല്ല രീതിയിൽ ചെയ്തു പോരുന്നുണ്ട്. അഭിലാഷ് ഡോക്ടറാണ് ഈ ആയുർവേദ ഹോസ്പിറ്റലിന് വേണ്ടി ഫണ്ട് ചെലവഴിച്ചുകൊണ്ട് ഒട്ടേറെ പ്രവർത്തനങ്ങൾ ഹോസ്പിറ്റലിൽ ചെയ്യുകയുണ്ടായിരുന്നു. കയ്പമംഗലം പഞ്ചായത്ത് പ്രസിഡന്റ് ശോഭന രവി, ജനപ്രതിനിധികൾ തുടങ്ങിയവരുടെ മികച്ച സഹകരണത്തോടൊപ്പം സ്ഥാപനത്തിലെ മുൻ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ MJ അഭിലാഷ്, നിലവിലെ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ A സുജിത്ത്, മറ്റ് ജീവനക്കാർ എന്നിവരുടെ ഒത്തൊരുമയോടുള്ള പ്രവർത്തനമാണ് ഈ നേട്ടത്തിന് പിന്നിൽ. മാലിന്യമുക്ത കേരളം ക്യാമ്പയിന്റെ ഭാഗമായി ബ്ലോക്ക് തലത്തിലെ മികച്ച സർക്കാർ സ്ഥാപനമായും ആയുർവേദ ഡിസ്പെൻസറിയെ തിരഞ്ഞെടുത്തിരുന്നു. NABH അക്രഡിറ്റേഷന്റെ അവസാനഘട്ട പ്രവർത്തനങ്ങളിലാണ് സ്ഥാപനം. TCV ന്യൂസ്, കയ്പമംഗലം. മാള മേലടൂരിൽ സ്കൂൾ ബസ് ഓടിക്കുന്നതിനിടയിൽ ഡ്രൈവർ കുഴഞ്ഞു വീണ് മരിച്ചു. കുരുവിലശ്ശേരി സ്വദേശി മാരിക്കൽ കരിപ്പാത്ര വീട്ടിൽ സഹദേവനാണ് മരിച്ചത്. 64 വയസ്സായിരുന്നു. പൂപ്പത്തി സരസ്വതി വിദ്യാലയത്തിലെ കുട്ടികളെ കൊണ്ടുപോകുമ്പോഴായിരുന്നു കുഴഞ്ഞു വീണത്. ഉടൻ തന്നെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. അക്കിക്കാവ് കേച്ചേരി ബൈപ്പാസ് റോഡിലെ പന്നിത്തടം സെന്ററിൽ സ്വകാര്യ വ്യക്തി നടത്തുന്ന അനധികൃത നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് പഞ്ചായത്ത് സ്റ്റോപ്പ് മെമ്മോ നൽകി. വിഷ്ണു ചിറമനങ്ങാട് നൽകിയ പരാതിയെ തുടർന്നാണ് നടപടി. അക്കിക്കാവ് റോഡിൽ നിന്നും പന്നിത്തടം സെന്ററിലേക്ക് വരുന്ന വാഹനങ്ങളുടെ കാഴ്ച മറയ്ക്കും വിധത്തിലാണ് നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്നത്. അപകട മേഖലയായ ഇവിടെ ഇത്തരത്തിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തുന്നത് കൂടുതൽ അപകടങ്ങൾക്കിടയാക്കുമെന്ന് പരാതിയിൽ ചൂണ്ടിക്കാണിച്ചിരുന്നു. തൃശൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ഹൃദയ ശസ്ത്രക്രിയ നിർത്തിവച്ചതിന് ഉത്തരവാദികളായവരെ സർവീസിൽ നിന്നും പുറത്താക്കണമെന്നും അന്വേഷണ സമിതി റിപ്പോർട്ട് പുറത്തുവിടണമെന്നും KPCC സെക്രട്ടറി രാജേന്ദ്രൻ അരങ്ങത്ത് ആവശ്യപ്പെട്ടു. ജൂൺ 10 മുതൽ ഹൃദയ ശസ്ത്രക്രിയ മുടങ്ങിയിരിക്കുകയാണ്. ശസ്ത്രക്രിയയ്ക്ക് തീയതി നിശ്ചയിച്ച 50ഓളം രോഗികളുടെ കാത്തിരിപ്പ് അനിശ്ചിതമായി നീളുകയാണ്. പാവപ്പെട്ട രോഗികളുടെ ജീവൻ നിലനിർത്താൻ അടിയന്തര ഇടപെടൽ ആവശ്യപ്പെട്ടുകൊണ്ട് സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷനും ആരോഗ്യവകുപ്പ് മന്ത്രിക്കും കത്ത് നൽകിയതായി രാജേന്ദ്രൻ അരങ്ങത്ത് പറഞ്ഞു. ചിറക്കൽ പാലം പണി സമയബന്ധിതമായി പൂർത്തിയാക്കാതെ വാഹന ഗതാഗതം പൂർണ്ണമായും തടസ്സപ്പെടുത്തി ജനങ്ങളെ ദുരിതത്തിലാക്കിയതിൽ പ്രതിഷേധിച്ച് കോൺഗ്രസ് ചാഴൂർ മണ്ഡലം കമ്മിറ്റി ബഹുജന മാർച്ച് നടത്തി. പഴുവിൽ സെന്ററിൽ നിന്ന് ആരംഭിച്ച മാർച്ച് ചിറക്കൽ പാലത്തിന് സമീപം സമാപിച്ചു. തുടർന്ന് നടന്ന ധർണ മുൻ DCC പ്രസിഡന്റ് ജോസ് വള്ളൂർ ഉദ്ഘാടനം ചെയ്തു. ചാഴൂർ മണ്ഡലം പ്രസിഡന്റ് ഷൈജു സായിറാം അധ്യക്ഷനായി. സുനിൽ ലാലൂർ, സിജോ ജോർജ്, KK അശോകൻ, ജോൺ ജേക്കബ് എന്നിവർ നേതൃത്വം നൽകി.
നിന്ന് ഇത് എവിടെ അവസാനിക്കും? ജനങ്ങളോടൊപ്പം നിന്നുകൊണ്ട് അവണിശ്ശേരി പഞ്ചായത്ത് വ്യവസായ കേന്ദ്രം വനിതകളുടെ സ്വയം തൊഴിൽ ആവശ്യങ്ങൾക്കായി അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് മഹിളാ അസോസിയേഷന്റെ നേതൃത്വത്തിൽ പ്രതിഷേധ മാർച്ചും ധർണയും നടത്തി. ജില്ലാ കമ്മിറ്റി അംഗം VG വനജകുമാരി ഉദ്ഘാടനം ചെയ്തു. VR സുമം അധ്യക്ഷത വഹിച്ചു. ഗീതാ ശ്രീധരൻ, EM ഇന്ദിര, CS സംഗീത്, നിത്യ ജയരാജ് എന്നിവർ സംസാരിച്ചു. തലക്കോട്ടുകര വിദ്യാ എഞ്ചിനീയറിംഗ് കോളേജിലെ ഈ വർഷത്തെ സ്കോളർഷിപ്പ് എൻഡോവ്മെന്റ് വിതരണം ഈ മാസം 19 നടക്കുമെന്ന് സംഘാടക സമിതി ഭാരവാഹികൾ അറിയിച്ചു. വിദ്യ ഇന്റർനാഷണൽ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ നേതൃത്വത്തിൽ വർഷങ്ങളായി നടത്തിവരുന്ന സ്കോളർഷിപ്പ് പദ്ധതിയിൽ ഇതുവരെ 6100-ലധികം വിദ്യാർത്ഥികൾക്ക് 91 കോടി രൂപയുടെ സഹായം നൽകിയിട്ടുണ്ട്. 19 ലക്ഷം രൂപയുടെ 34 സ്കോളർഷിപ്പുകളും പൂർവ്വ വിദ്യാർത്ഥികൾ രൂപീകരിച്ച റൂട്ട്സ് വിജയികൾക്കുള്ള സ്കോളർഷിപ്പുകളും വിതരണം ചെയ്യും. എരുമപ്പെട്ടി പ്രസ് ക്ലബിൽ നടത്തിയ വാർത്താസമ്മേളനത്തിൽ VICT ഡയറക്ടർ അഡ്മിനിസ്ട്രേഷൻ അഡ്വക്കേറ്റ് PN ഉണ്ണിരാജൻ, ട്രസ്റ്റി കോർഡിനേറ്റർ EG അശോകൻ, പ്രോഗ്രാം കൺവീനർമാരായ ഡോക്ടർ KA ജീവ, ഡോക്ടർ മേരി P വർഗീസ് എന്നിവർ പങ്കെടുത്തു. സ്വകാര്യ ആശുപത്രികളിൽ നിന്ന് അച്ചാരം വാങ്ങി പുതുക്കാട് താലൂക്ക് ആശുപത്രിയെ തകർക്കാൻ UDF ശ്രമിക്കുകയാണെന്ന് കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KM ചന്ദ്രൻ. പുതുക്കാട് താലൂക്ക് ആശുപത്രി അടക്കം എല്ലാ നിയോജകമണ്ഡലം കേന്ദ്രങ്ങളിലും സംസ്ഥാന സർക്കാർ കോവിഡിന് ശേഷം നടപ്പിലാക്കുന്ന ഐസൊലേഷൻ വാർഡ് എന്ന ആശയം MLAയുടെയും കിഫ്ബിയുടെയും ഫണ്ട് ഉപയോഗിച്ച് പുതുക്കാട് താലൂക്ക് ആശുപത്രിയിൽ നടപ്പിലാക്കി. വയറിംഗിന്റെ ഭാഗമായി അഴിച്ചുവെച്ച സീലിംഗ് ശക്തമായ കാറ്റിൽ വീണു എന്നതിന്റെ പേരിലാണ് ബ്ലോക്ക് പഞ്ചായത്ത് ഓഫീസിലേക്ക് യൂത്ത് കോൺഗ്രസുകാർ ബുധനാഴ്ച തള്ളിക്കയറാനും അക്രമം നടത്താനും ശ്രമിച്ചത്. ഐസൊലേഷൻ വാർഡിന്റെ കരാറെടുത്തത് UDF നേതൃത്വത്തിലുള്ള തൃശൂർ ലേബർ സൊസൈറ്റിയാണ്. ഐസൊലേഷൻ വാർഡിന്റെ നിർമ്മാണ പ്രവൃത്തിയിൽ കരാർ കമ്പനിയുടെ ഭാഗത്തുനിന്ന് ഏതെങ്കിലും തരത്തിലുള്ള അപാകതകൾ വന്നിട്ടുണ്ടെങ്കിൽ ഇക്കാര്യം അന്വേഷിക്കണമെന്ന് ബ്ലോക്ക് പഞ്ചായത്ത് കമ്മിറ്റി യോഗം തീരുമാനിച്ച് സർക്കാരിനെ അറിയിച്ചിട്ടുള്ളതാണെന്ന് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KM ചന്ദ്രൻ പറഞ്ഞു. എയ്ഡഡ് സ്കൂളിലെ തസ്തിക നിർണ്ണയത്തിന് കുട്ടികളുടെ ആധാർ നിർബന്ധമാക്കിയ സർക്കാർ നയത്തിനെതിരെയുള്ള കേസ് ഹൈക്കോടതിയുടെ പരിഗണനയുള്ളപ്പോൾ ആലത്തൂർ സെന്റ് ആന്റണീസ് LP സ്കൂളിലെ 1ാം ക്ലാസ് വിദ്യാഭ്യാസ വകുപ്പിന്റെ കണക്കിൽ നിന്ന് പുറത്തായി. ഈ സ്കൂളിലെ 1ാം ക്ലാസ് റദ്ദാക്കി ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ ചൊവ്വാഴ്ച ഉത്തരവിറക്കി. സ്കൂളിലെ 1ാം ക്ലാസ്സിൽ ആകെയുള്ള 3 കുട്ടികൾക്കും ആധാർ ഇല്ലായിരുന്നു. ഇവരുടെ രക്ഷിതാക്കളുടെ ആധാർ കാർഡിലെ തിരുത്തലുകൾ കാരണമാണ് കുട്ടികൾക്ക് ആധാർ ലഭിക്കാതെ പോയത്. മറ്റത്തൂർ പഞ്ചായത്തിലെ മുരിക്കുങ്ങൽ ക്ഷീരോത്പാദക സഹകരണ സംഘത്തിന്റെയും ക്ഷീരവികസന വകുപ്പിന്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ ക്ഷീര കർഷക സമ്പർക്ക പരിപാടി സംഘടിപ്പിച്ചു. പഞ്ചായത്ത് അംഗം ലിൻഡോ പള്ളിപ്പറമ്പൻ ഉദ്ഘാടനം ചെയ്തു. ക്ഷീരസംഘം പ്രസിഡന്റ് ഹസൻ വില്ലത്ത് അധ്യക്ഷത വഹിച്ചു. കൊടകര ഡയറി ഫാം ഇൻസ്പെക്ടർ CS കീർത്തി കർഷകർക്ക് ക്ലാസ് എടുത്തു. സെക്രട്ടറി സിനി ലെനിൻ സംസാരിച്ചു. തിരിച്ചെത്താം ഇടവേളയ്ക്ക് ശേഷം. കേരള വസ്ത്രാലയം, പട്ടാമ്പി റോഡ്, കുന്നംകുളം. ഗുരുവായൂർ റോഡ് നിയർ റോയൽ ഹോസ്പിറ്റൽ, കുന്നംകുളം. എപ്പോഴാ ഈ കറക്കം തുടങ്ങിയേ? അത് ലാപ്ടോപ്പും മൊബൈലും ഒക്കെ നോക്കുമ്പോഴേ ഡോക്ടറെ. ഇത് ബഫറോഫിയ. അയ്യോ, പരിഹാരം ഉണ്ട്. വട്ടം ചുറ്റിക്കുന്ന ബ്രോഡ്ബാൻഡിൽ നിന്നും സൂപ്പർ സ്പീഡുള്ള കേരള വിഷനിലേക്ക് മാറൂ. കേരള വിഷൻ, കേരളാസ് നമ്പർ 1 ബ്രോഡ്ബാൻഡ് സർവീസ്. വീണ്ടും വാർത്തകളിലേക്ക്. ജില്ലാ പഞ്ചായത്ത് പദ്ധതിയിൽ ഉൾപ്പെടുത്തി നവീകരണം നടത്തിയ തയ്യൂർ ഗവൺമെന്റ് ഹൈസ്കൂൾ ഗ്രൗണ്ടിന്റെ ഉദ്ഘാടനം ജില്ലാ പഞ്ചായത്ത് അംഗം ജലീൽ ആദൂർ നിർവഹിച്ചു. വേലൂർ പഞ്ചായത്ത് പ്രസിഡന്റ് TR ഷോബി അധ്യക്ഷത വഹിച്ചു. വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ CF ജോയ്, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം സ്വപ്ന റഷീദ്, വാർഡ് മെമ്പർ വിമല നാരായണൻ, PTA പ്രസിഡന്റ് TJ ജെയിംസ്, പ്രധാന അധ്യാപിക ഷീജ തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് ലഹരിക്കെതിരെ പെനാൽറ്റി ഷൂട്ടൌട്ട് നടത്തി. വിദ്യാലയത്തിന് പുതിയ പാചകപ്പുര നിർമ്മിക്കാൻ 10 ലക്ഷം രൂപ കൂടി അനുവദിച്ചിട്ടുണ്ടെന്ന് ജില്ലാ പഞ്ചായത്ത് അംഗം ജലീൽ ആദൂർ അറിയിച്ചു. ഗുരുവായൂർ തെക്കേനടയിലെ കടവരാന്തിയിൽ അവശനിലയിൽ കണ്ടെത്തിയ വയോധികനെ ജീവകാരുണ്യ പ്രവർത്തകൻ CL ജേക്കബ് ആശുപത്രിയിലാക്കി.
വർഷങ്ങളായി ക്ഷേത്രനഗരിയിൽ കഴിഞ്ഞിരുന്ന 74 വയസ്സുള്ള മോഹൻദാസിനെയാണ് ടെമ്പിൾ പോലീസിന്റെയും ആക്സ് പ്രവർത്തകരുടെയും സഹായത്തോടെ ചാവക്കാട് താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. ഹോട്ടൽ പണിയെടുത്ത് കഴിഞ്ഞിരുന്ന ഇയാളുടെ കാലുകളിൽ രോഗം വന്നതിനെ തുടർന്നാണ് കിടപ്പിലായത്. രോഗം ഭേദമാകുന്ന മുറയ്ക്ക് സാന്ത്വന കേന്ദ്രത്തിലേക്ക് മാറ്റുമെന്ന് ജേക്കബ് പറഞ്ഞു. കാർഗിൽ വിജയ് ദിവസിനോടനുബന്ധിച്ച് പൈതൃകം ഗുരുവായൂർ സൈനിക സേവാ സമിതിയുടെ നേതൃത്വത്തിൽ ഈ മാസം 26-ന് സാംസ്കാരിക ദേശസ്നേഹ സദസ്സ് നടത്തുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. നഗരസഭ ലൈബ്രറി ഹാളിൽ രാവിലെ 10-ന് കേണൽ തോമസ് ഉദ്ഘാടനം ചെയ്യും. വൈസ് അഡ്മിറൽ KR നായരെ ചടങ്ങിൽ ആദരിക്കും. മേജർ PJ സ്റ്റൈജുവിന്റെ നേതൃത്വത്തിലുള്ള NCC കേഡറ്റുകളുടെ പരേഡും ഉണ്ടാകും. പൈതൃകം കോർഡിനേറ്റർ അഡ്വക്കേറ്റ് രവി ചങ്കത്ത്, സെക്രട്ടറി മധു K. നായർ, മണലൂർ ഗോപിനാഥ്, K. സുഗതൻ, KK വേലായുധൻ തുടങ്ങിയവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. പിന്നെ വരുന്നത് നമ്മുടെ കേണൽ തോമസ് ആണ്. അദ്ദേഹത്തെ പറയാനാണ് എൻ്റെ ഉദ്ഘാടകൻ. തൃശൂർ ജില്ലയിലെ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും നാളെ അവധി. ശക്തമായ മഴ തുടരുന്ന സാഹചര്യത്തിലാണ് അവധി. CBSE, ICSE, കേന്ദ്രീയ വിദ്യാലയം, അങ്കണവാടികൾ, മദ്രസകൾ, ട്യൂഷൻ സെന്ററുകൾ ഉൾപ്പെടെയുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അവധി ബാധകമാണ്. മുൻകൂട്ടി നിശ്ചയിച്ച പരീക്ഷകൾക്ക് അവധി ബാധകമല്ല. കാപ്പ ഉത്തരവ് ലംഘിച്ച് യുവാവിനെ ആക്രമിച്ച കേസിൽ കുപ്രസിദ്ധ ഗുണ്ടയെ കാട്ടൂർ പോലീസ് അറസ്റ്റ് ചെയ്തു. നിരവധി ക്രിമിനൽ കേസുകളിലെ പ്രതിയായ കാട്ടൂർ ഇല്ലിക്കാട് സ്വദേശി കതിരപ്പള്ളി വീട്ടിൽ തിലേഷിനെയാണ് അറസ്റ്റ് ചെയ്തത്. കാട്ടൂർ തേക്കൂട്ട് വീട്ടിൽ സിബിൻ രാധയെ തിലേഷ് അസഭ്യം പറഞ്ഞ് ഹെൽമറ്റ് കൊണ്ട് തലക്കടിച്ച് പരിക്കേൽപ്പിച്ച സംഭവത്തിലാണ് അറസ്റ്റ്. 4 കോടി രൂപ വായ്പ ശരിയാക്കി നൽകാമെന്ന് വിശ്വസിപ്പിച്ച് 9,60,50,000 രൂപ തട്ടിയെടുത്ത കേസിലെ പ്രതികൾ അറസ്റ്റിൽ. വെള്ളാങ്ങല്ലൂർ സ്വദേശി മുത്തേരി വീട്ടിൽ ദിനേശനെയാണ് ഇരിങ്ങാലക്കുട പോലീസ് അറസ്റ്റ് ചെയ്തത്. കരുമാത്ര നെടുങ്ങാണം സ്വദേശി വൈപ്പിൻപാടത്ത് സ്വദേശി ഷഹാനെയാണ് പ്രതി കബളിപ്പിച്ച് പണം തട്ടിയത്. ചേലക്കര നിയോജകമണ്ഡലം പട്ടയമേള മുള്ളൂർക്കരയിൽ നടന്നു. റവന്യൂ വകുപ്പ് മന്ത്രി K. രാജൻ ഉദ്ഘാടനം ചെയ്തു. UR പ്രദീപ് MLA അധ്യക്ഷത വഹിച്ചു. 377 പട്ടയങ്ങളാണ് ചടങ്ങിൽ വിതരണം ചെയ്തത്. ഒരു മുൻകൂട്ടിയോ തരംതിരിച്ച് കിട്ടാത്ത ആളുകളുടെ ലിസ്റ്റ്. തൃശൂർ മുക്കാട്ടുകരയിൽ ട്രെയിലർ ലോറി ഇടിച്ച് തകർന്ന കലുങ്കിന്റെ ഭിത്തിയുടെ ഭാഗങ്ങൾ കാനയിൽ നിന്ന് നീക്കാത്തത് വെള്ളക്കെട്ടിനിടയാക്കുന്നതായി ആക്ഷേപം. മുക്കാട്ടുകര പള്ളിക്ക് സമീപമുള്ള റോഡിലെ കലുങ്കിന്റെ ഭിത്തിയാണ് ട്രെയിലർ ലോറി ഇടിച്ച് തകർത്തത്. കലുങ്കിന്റെ കോൺക്രീറ്റ് ഭാഗങ്ങൾ കാനയിലേക്ക് വീണ് കിടക്കുന്നതിനാൽ നീരൊഴുക്ക് തടസ്സപ്പെടുന്ന സ്ഥിതിയാണ്. കഴിഞ്ഞ വെള്ളിയാഴ്ച പുലർച്ചെയാണ് തൃശൂർ ഭാഗത്തുനിന്ന് മുക്കാട്ടുകര വഴി പാലക്കാട് ഭാഗത്തേക്ക് പോയ ട്രെയിലർ ലോറി ഇടിച്ച് മുക്കാട്ടുകര മഞ്ഞിലങ്ങാടി ഭാഗത്തെ കലുങ്കിന്റെ ഭിത്തി തകരുകയും പ്രദേശത്തെ റോഡ് ഇടിഞ്ഞു താഴുകയും ചെയ്തത്. എന്നാൽ തകർന്നു വീണ കലുങ്കിന്റെ ഭാഗങ്ങൾ കാനയിൽ നിന്ന് ഇതുവരെയും നീക്കാൻ കോർപ്പറേഷൻ അധികാരികൾ തയ്യാറായിട്ടില്ലെന്നാണ് ആക്ഷേപം. തുടർച്ചയായി മഴ പെയ്യുന്ന സാഹചര്യത്തിൽ കാനയിലെ തടസ്സം മൂലം റോഡിലേക്ക് വെള്ളം കയറുമെന്ന ഭീതിയിലാണ് പ്രദേശവാസികൾ. ശ്രീനാരായണപുരത്ത് കനോലി കനാലിൽ കൂടുമത്സ്യകൃഷി ചെയ്യുന്നവരുടെ 3 ലക്ഷം രൂപ വില വരുന്ന മത്സ്യം മോഷ്ടിച്ച കേസിലെ പ്രതികളിൽ ഒരാൾ അറസ്റ്റിലായി. ശാന്തിപുരം സ്വദേശി കരിനാട്ട് വീട്ടിൽ മോനുട്ടൻ എന്ന് വിളിക്കുന്ന നിവേദിനെയാണ് മതിലകം പോലീസ് അറസ്റ്റ് ചെയ്തത്. ശാന്തിപുരം സ്വദേശി ചരുവിൽ വീട്ടിൽ വിഷ്ണുവും സുഹൃത്തും ചേർന്ന് ശാന്തിപുരത്ത് കനോലി കനാലിൽ നടത്തുന്ന കൂടുകളിൽ നിന്നും 3 ലക്ഷം രൂപ വില വരുന്ന മത്സ്യങ്ങൾ മോഷ്ടിച്ച കേസിലാണ് അറസ്റ്റ്. കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. തേലപ്പള്ളിയിൽ യുവാവ് ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ ആത്മഹത്യാ പ്രേരണാ കുറ്റത്തിന് 3 പ്രതികളെ ഇരിങ്ങാലക്കുട പോലീസ് അറസ്റ്റ് ചെയ്തു. ഒല്ലൂർ അഞ്ചേരി സ്വദേശിനി കൊല്ലംപറമ്പിൽ വീട്ടിൽ അഖില, സഹോദരൻ ജീവൻ, വല്ലച്ചിറ ചെറുശ്ശേരി സ്വദേശി ആട്ടേരി വീട്ടിൽ അനൂപ് എന്നിവരാണ് അറസ്റ്റിലായത്. തേലപ്പള്ളി സ്വദേശിയായ യുവാവ് കിടപ്പുമുറിയിലെ ഫാനിൽ കെട്ടിത്തൂങ്ങി ആത്മഹത്യ ചെയ്യാനിടയായ സംഭവത്തിലാണ് അറസ്റ്റ്. നോക്കാം വാണിജ്യം. JB എഡ്യൂഫ്ലൈയുടെ ആഭിമുഖ്യത്തിൽ കേരളത്തിലെ ഏറ്റവും വലിയ MBBS എക്സ്പോ വെള്ളിയാഴ്ച തൃശൂരിൽ സംഘടിപ്പിക്കും. JB എഡ്യൂഫ്ലൈയുടെ നേതൃത്വത്തിൽ MBBS പഠനത്തിന് ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾക്കായി കേരളത്തിലെ ഏറ്റവും വലിയ MBBS എക്സ്പോ 2025 പ്രദർശനമാണ് ജൂലൈ 18-ന് തൃശൂരിലെ പേൾ റീജൻസിയിൽ വെച്ച് സംഘടിപ്പിക്കുന്നത്. രാവിലെ 10 മണി മുതൽ വൈകിട്ട് 4 മണി വരെ നീണ്ടു നിൽക്കുന്ന എക്സ്പോയിലൂടെ ഇന്ത്യയിലും വിദേശത്തുമുള്ള MBBS പഠന സാധ്യതകളെക്കുറിച്ച് വിശദമായ വിവരങ്ങൾ ലഭ്യമാകും. ഇന്ത്യൻ വിദ്യാർത്ഥികൾക്ക് ഇന്ത്യയിലും ഇന്ത്യക്ക് പുറത്തുമുള്ള മെഡിക്കൽ കോളേജുകളിൽ കുറഞ്ഞ നീറ്റ് സ്കോറിൽ
എങ്ങനെ പ്രവേശനം നേടാമെന്ന് വിശദീകരിക്കുന്ന സെമിനാറുകൾ നടക്കും. യൂണിവേഴ്സിറ്റി ഡെലിഗേറ്റുകളായ മറിയം ജലത്ത്, നിനോ കുർഷുബാത്സ് എന്നിവർ പങ്കെടുക്കുന്ന എക്സ്പോയിൽ അന്താരാഷ്ട്ര കരിയർ കോച്ചും JB എഡ്യൂഫ്ലൈയുടെ ഡയറക്ടറുമായ ഡോക്ടർ ജോസഫ് തരകൻ മുഖ്യപ്രഭാഷണം നടത്തും. വിദ്യാർത്ഥികൾക്കും രക്ഷിതാക്കൾക്കും MBBS പ്രവേശനവുമായി ബന്ധപ്പെട്ട സംശയങ്ങൾക്ക് ഉത്തരം ലഭിക്കുന്നതിന് മികച്ച അവസരമായിരിക്കും ഈ എക്സ്പോ. കൂടുതൽ വിവരങ്ങൾക്ക് 9048081700 6238689522. ഇന്ത്യയിലെ 5ാമത്തെ വലിയ ഇലക്ട്രിക് 2-വീലർ നിർമ്മാതാക്കളും ബാറ്ററി എനർജി സ്റ്റോറേജിൽ മുൻപന്തിയിലുമുള്ളവരുമായ പ്യുവർ ഇലക്ട്രിക്കലിന്റെ ജില്ലയിലെ ആദ്യത്തെ 2-വീലർ ഷോറൂമായ പ്യുവർ EV മുണ്ടൂരിൽ പ്രവർത്തനം ആരംഭിച്ചു. മുണ്ടൂരിൽ ധനലക്ഷ്മി ബാങ്കിന് എതിർവശത്ത് JJ ബിൽഡിംഗിലാണ് പ്യുവർ ഇലക്ട്രിക്കലിന്റെ പുതിയ ഷോറൂം പ്രവർത്തനം ആരംഭിച്ചത്. സേവ്യർ ചിറ്റിലപ്പള്ളി MLA ഉദ്ഘാടനം നിർവഹിച്ചു. കൈപ്പറമ്പ് പഞ്ചായത്ത് പ്രസിഡന്റ് ഉഷാദേവി, സർവീസ് സെന്ററിന്റെയും ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ദീപക്, സോളാർ ആൻഡ് ഹോം ഓട്ടോമേഷന്റെയും ഉദ്ഘാടനം നിർവഹിച്ചു. പുഴയ്ക്കൽ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ലീല രാമകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. ലീല രാമകൃഷ്ണനിൽ നിന്ന് ആദ്യ വിൽപ്പന KT ജോസഫ് സ്വീകരിച്ചു. PP അച്യുതനിൽ നിന്ന് ആദ്യ ബുക്കിംഗ് കൈപ്പറമ്പ് പഞ്ചായത്ത് പ്രസിഡന്റ് ഉഷാദേവി ഏറ്റുവാങ്ങി. ഷോറൂം ഉടമ റോഗൻ ഡേവിഡ്, ഡയറക്ടർ ഡെൽഫി റോഗൻ, കുന്നംകുളം CCTV ചെയർമാൻ TV ജോൺസൺ, ജീവനക്കാർ, സുഹൃത്തുക്കൾ, ബന്ധുക്കൾ തുടങ്ങിയവർ സന്നിഹിതരായി. നവീന മോഡലുകളിലുള്ളതും സാങ്കേതിക തികവാർന്നതുമായ നിരവധി ഇലക്ട്രിക് 2-വീലറുകൾ ഷോറൂമിൽ വിൽപ്പനയ്ക്കായി ഒരുക്കിയിട്ടുണ്ട്. പ്യുവർ പവറിന്റെ ബാറ്ററി എനർജി സ്റ്റോറേജ് സിസ്റ്റം ഗാർഹിക ആവശ്യങ്ങൾക്ക് 3, 5, 12, 20 കിലോ വാട്ടിലും കമേഴ്സ്യൽ പർപ്പസിന് 50 കിലോ വാട്ട് മുതൽ 500 കിലോ വാട്ട് വരെയും ഗ്രിഡ് പർപ്പസിന് മെഗാ കപ്പാസിറ്റികളിലും ഇവിടെ ലഭ്യമാണ്. ഉദ്ഘാടന ദിവസം ഇലക്ട്രിക് 2-വീലർ ബുക്ക് ചെയ്യുന്നവർക്ക് 2000 രൂപയുടെ സ്പെഷ്യൽ ഓഫറും ആദ്യം ബുക്ക് ചെയ്ത് ഡെലിവറി എടുക്കുന്ന 100 പേരിൽ നിന്ന് നറുക്കെടുപ്പിലൂടെ 3 പേർക്ക് സ്വർണ്ണ നാണയവും നൽകുന്നതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് 9995678090 9567678090. പ്രധാന വാർത്തകളിലേക്ക് ഒരിക്കൽ കൂടി. ഇരട്ട ന്യൂനമർദ്ദം രൂപപ്പെട്ടതിനെ തുടർന്ന് സംസ്ഥാനത്ത് അടുത്ത 5 ദിവസം ഒറ്റപ്പെട്ട അതിശക്ത മഴയ്ക്ക് സാധ്യതയെന്ന് കാലാവസ്ഥാ വകുപ്പ്. ചേറ്റുവ അഴിമുഖത്ത് കടലിൽ വള്ളം മറിഞ്ഞൊരാളെ കാണാതായി. കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് ഓഫീസിലേക്ക് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ നടത്തിയ മാർച്ചിൽ സംഘർഷം. പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. 4 യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർക്ക് പരിക്ക്. കളക്ടറുടെ നിർദ്ദേശം നടപ്പായില്ല. ഇഞ്ചക്കുണ്ട് കൽക്കുഴി റോഡരികിൽ സുരക്ഷ ഒരുക്കാത്തതിൽ വരന്തരപ്പള്ളി പഞ്ചായത്തിനെതിരെ പരാതി. അതിരപ്പള്ളി വെറ്റിലപ്പാറയിൽ 1 മാസമായി ഭീതി വിതച്ച് കാട്ടാനകൾ. ജനവാസ മേഖലയിലിറങ്ങിയ കാട്ടാനകൾ വ്യാപകമായി കൃഷി നശിപ്പിച്ചു. ബൈക്ക് യാത്രികരുടെ ദേഹത്ത് ചെളിതെറിച്ചെന്നാരോപിച്ച് ബസ് ഡ്രൈവർക്ക് മർദ്ദനം. കൊടുങ്ങല്ലൂർ പറവൂർ റൂട്ടിൽ സ്വകാര്യ ബസ്സുകൾ മിന്നൽ പണിമുടക്ക് നടത്തി. മനക്കൊടി പോസ്റ്റ് ഓഫീസിൽ നിന്ന് തപാൽ ഉരുപ്പടികൾ മേൽവിലാസക്കാർക്ക് വിതരണം ചെയ്യാൻ മാസങ്ങളോളം വൈകുന്നതായി ആക്ഷേപം. അത്യാവശ്യ തപാലുകൾ സമയത്തിന് കിട്ടാതെ വലഞ്ഞ് നാട്ടുകാർ. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.